ശബ്ദം കേട്ടപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയതാണ്. വാതിൽ തുറന്നോടുകൂടി 2-3 ആളെ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് തള്ളി കയറി. പിന്നെ പിടിച്ച് വായും മൂക്കുമൊക്കെ പൊത്തി പിടിച്ച് കയ്യുമ്മലുള്ള വളയൊക്കെ ഊരി അവർ പോയി പൊട്ടിച്ചെടുത്തിട്ട്. കഴുത്തിൽ തപ്പിയൊന്നും കിട്ടിയില്ല. കാതിലത്തത് ഒരു ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. അതുകൊണ്ട് അത് തന്നെ ഉണ്ടായിട്ടുള്ളൂ. 3 ആളുണ്ട്. ഒരു കുട്ടി ഇട്ടത് പാൻറ്റും ടീഷർട്ടും. മുഖം ഞാൻ പറഞ്ഞില്ല, നമ്മളെ ഈ കണ്ണിന്റെ ഇവിടെ മാത്രമേ ഉള്ളൂ കാണാൻ. ബാക്കി മാമന്തി അതാണ് ഇട്ടിക്കുന്നത്. ടീഷർട്ടും പാൻറ്റുമാണ്. മെല്ലെ ഞാൻ ലോക്ക് നീക്കി. ഈ ശബ്ദം കേട്ടിട്ട് പുറത്തേക്ക് നോക്കാം. നമ്മളെ വെള്ള ടാങ്ക് പുറത്തുണ്ടല്ലോ, അതിമേക്ക് എന്താ വീണതാന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത് ഞാൻ തുറന്നപ്പോഴേക്കും ഇവര് വണ്ടി കയറിയില്ലേ. ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങണത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എന്നെ ആയും മൂക്കും ഒക്കെ പാടെ അടച്ച് പിടിച്ചു. പിന്നെ മുളക് പൊടി ഇട്ടതൊന്നും നോക്കിയപ്പോ തോന്നണില്ല. എന്നിട്ട് അവര് കൊറേ വലിച്ചു. അപ്പൊ ഒപ്പമുള്ള ഒരാള് ഈ പിടിച്ച ആളില്ലേ, അയാൾ പറയുന്നുണ്ട് വേഗം വേഗം എന്ന് പറയുന്നുണ്ട്. ഈ ഒരു എന്നെ പിടിച്ച ആള് അതില് കിട്ടിയില്ല, ഊരിയിട്ട് കിട്ടിയില്ല. അപ്പൊ ഒരു എന്താണാവോ 2 ശബ്ദം അങ്ങനെ ഞാൻ കേട്ടു. 2 വളയാണ് കയ്യുമ്മേല്. 2 പവനോളം കഷ്ടിയുണ്ട്. 2ഉം പൊട്ടിച്ചെടുത്തു. ഇല്ല, മാല ഞാൻ ഊരിയിട്ടിരുന്നു. മാലയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വീണു, നല്ലോണം വീണു ഞാൻ. അതോടുകൂടി ഇത് കിട്ടുകയും ചെയ്തില്ല, വള കിട്ടുകയും ചെയ്തല്ലോ. അതോടുകൂടി ഓല് പോയി. പിന്നെ എനിക്ക് കുറെ കഴിഞ്ഞിട്ടാണ് എണീക്കാൻ കഴിഞ്ഞത്. എന്നിട്ട് പിന്നെ ഞാൻ അബീനെ വിളിച്ചു. ഇന്ത്യോ അതാണ് മൂക്കും വായും പൊത്തിയവര് നല്ലോണം പൊത്തി പിടിച്ചു. അടച്ച് പിടിച്ചിട്ട് പിന്നെ അമർത്ത് പിടിച്ചിട്ട് മൂക്കും വായും നല്ലോണം ശ്വാസം കിട്ടാതെ ഞാൻ ഉവ്വേ ലൈറ്റ് ഉണ്ടല്ലോ, TV വർക്ക് ചെയ്യണില്ലേ. എല്ലാം ഉണ്ട്. പുറത്തും ലൈറ്റ് ഉണ്ട്, ഉള്ളിലും ലൈറ്റ് ഉണ്ട്. TV വർക്ക് ചെയ്തോണ്ട്. വളയോ അത് എനിക്കറിയില്ല. നമ്മൾ ഈ സാപ്ലയറിന്റെ ഒക്കെ മാതിരി ഒരു ശബ്ദം ഉണ്ടാവില്ലേ, അങ്ങനെ കിടിയും 2 ശബ്ദം ഉണ്ടായി. വലിയ പടക്കൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര പൊട്ടല്ലേ, ആ മാതിരി ഒരു പൊട്ടലാ കേട്ടത്. അതുകൊണ്ടാണ് ഞാൻ ടാങ്ക് അമ്മയ്ക്ക് വല്ലതും വീണതാണോ എന്ന് തോന്നാണ്ടായത്. അതാ അടുക്കുറത്തെ വാതിൽ തുറക്കാൻ ഉമ്മർത്ത് പൂട്ടിയിട്ടുണ്ട്. ഗേറ്റും അടച്ച് പൂട്ടി കിടക്കുക. ഗേറ്റുമ്പോ വന്നിട്ടാ തുറന്നത്. അത്രയൊക്കെ ഉള്ളൂ. അല്ല, വണ്ടൂർ അമ്പലപ്പടിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയെ ആക്രമിച്ച മുളകുപൊടി വിതറി സ്വർണ്ണാഭരണങ്ങൾ കവർന്നതായി പരാതി. അമ്പലപ്പടി സ്വദേശിനിയായ സ്നേഹവീട്ടിൽ 63-കാരിയായ ചന്ദ്രവതിയുടെ വീട്ടിൽ ഇന്നലെ രാത്രി 8:30ഓടെയാണ് സംഭവം നടന്നത്. പുറത്ത് ശബ്ദം കേട്ട് വീടിന്റെ പുറകുവശത്തെ വാതിൽ തുറന്നപ്പോഴാണ് മുഖംമൂടി ധരിച്ചെത്തിയ 3-അംഗ സംഘം വീടിനുള്ളിൽ അതിക്രമിച്ചു കയറുകയും വയോധികയെ മുളകുപൊടി വിതറി അസ്വസ്ഥയാക്കുകയും ചെയ്തത്. തുടർന്ന് കയ്യിൽ ധരിച്ചിരുന്ന ഏകദേശം 2 പവനോളം തൂക്കമുള്ള സ്വർണ്ണവളകൾ മൽപ്പിടുത്തത്തിനിടെ മുറിച്ചെടുത്താണ് സംഘം മോഷണം നടത്തിയത്. ആക്രമണത്തിൽ പരിക്കേറ്റും അസ്വസ്ഥയുമായ ചന്ദ്രവതി ഉടൻ തന്നെ ബന്ധുക്കളെ വിളിച്ച് വിവരമറിയിച്ചു. ബന്ധുക്കൾ വീട്ടിലെത്തുമ്പോൾ മുളകുപൊടിയുടെ ദുഷ്പ്രഭാവത്തിൽ കടുത്ത അസ്വസ്ഥതയോടെയായിരുന്നു വയോധികയെ കണ്ടെത്തിയത്. തുടർന്ന് വണ്ടൂർ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ച പോലീസ് പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണ്. ഇന്ന് രാവിലെയും പോലീസ് വീട്ടിലെത്തി പരിശോധന നടത്തി. ഡോഗ് സ്ക്വാഡിന്റെ പരിശോധനയും നടന്നു. KL 71 ന്യൂസ്, വണ്ടൂർ.